ഓപ്പോയുടെ ഓപ്പോ A5 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A5 4G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ A5 4Gയിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ ഒന്നും വരാൻ സാധ്യതയില്ല. പിന്നെ LCD പാനലായിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ വരും, പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആയിരിക്കും ഇതിൽ വരിക. ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ ഇതിൽ വന്നേക്കാം. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1000 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും. HD റെസൊല്യൂഷനും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ ഇതിൽ വന്നേക്കാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോണിൻ്റെ വില 10,000 രൂപയ്ക്ക് താഴെയായിട്ട് ചിലപ്പം വന്നേക്കാം. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ IP65 റേറ്റിംഗ് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ബിൽഡ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൻ്റെ മിഡ് നൈറ്റ് പർപ്പിൾ, ഔറോറ ഗ്രീൻ, അതുപോലെ തന്നെ മിസ്റ്റ് വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6S 4G Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു 6S 4 Gen 1 എന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് 4G പ്രോസസ്സറാണ്, 5G പ്രോസസ്സർ അല്ല. എന്തായാലും ഇതിൽ മാക്സിമം 4G സപ്പോർട്ടേ ഉണ്ടാവുള്ളൂ, 5G സപ്പോർട്ട് ഉണ്ടാവില്ല. 10,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ട് ഉണ്ടാവില്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. ഈ ഒരു ഫോണിൽ 6GB RAM 128GB ഇൻറ്റേർണൽ വെർഷനും 8GB RAM 128GB ഇൻറ്റേർണൽ വെർഷനും 4GB RAM 256GB ഇൻറ്റേർണൽ വെർഷനും 8GB RAM 256GB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. LPDDR4Xൻ്റെ റാമും UFS 2.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരും. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാപിക്സലിൻ്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 2 മെഗാപിക്സൽ ഒരു സെൻസറും ഇതിൽ വരുന്നതായിരിക്കും. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം ഓൺ പേപ്പർ അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നോളം എന്നില്ല, എന്നാലും തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആയിരിക്കും. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 mAhന്റെ ബാറ്ററി വരുന്നതായിരിക്കും. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 to 12,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോണിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഓപ്പോയുടെ A5 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.